ആ കുന്തമഴിക്ക് വരുന്നുണ്ട്. ടിക്കറ്റ് എടുക്കണേ. ബാഗിലുണ്ടാവും കൊറേ അറയില്ലേ, ഏതെങ്കിലും ഒരു അറയിലുണ്ടാവും. ഞാൻ അച്ഛൻ്റെ കൊടുത്തതാ. നിങ്ങളുടെ ടിക്കറ്റ് കിട്ടിയോ? ഇപ്പൊ തരാ സാറേ. ചുരുട്ടി കൂട്ടി കളഞ്ഞോ? ടിക്കറ്റ് എടുത്തില്ലേ? ഒന്നാ തെരഞ്ഞാല് ഇനിയിപ്പോ വെച്ച സ്ഥലം ഏതാന്ന് ഓർമ്മയില്ലാട്ടാ ചാലാ. ടിക്കറ്റ് എടുത്തേക്കൂലേ? ഞാൻ ടിക്കറ്റ് എടുത്തത് അച്ഛനെ കൊണ്ട് കൊടുത്തതാ. മാഡം നിങ്ങൾ തമാശ കളിക്കാതെ ടിക്കറ്റ് എടുക്കും. കാണുന്നില്ല സാറേ. എവിടെ ഇപ്പൊ നീങ്ങിരുന്നേ. കാർ വരെ ഒന്നും കൂടി തെരഞ്ഞു നോക്കി. ചുരുട്ടിക്കൂട്ടി കളഞ്ഞു. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ചോദിക്കുന്നു. നിങ്ങളുടെ പേര് പറയും. ശ്യാമള. അതൊക്കെ നോക്കിയാ മതി. പൈസ എത്രയായി? 35. എന്തപ്പോ ഈ എടുത്ത സാധനം ഇങ്ങനെ കാണാണ്ടാവുക? ഞാൻ ഫൈൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, 800 രൂപ. സാറേ കിട്ടി. കിട്ടി. കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 800 രൂപ ഫൈൻ അടച്ചത്. അല്ല ടിക്കറ്റ് ഉണ്ടല്ലോ. ടിക്കറ്റ് ഉണ്ടല്ലോ. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ ഈ ഫൈൻ എഴുതി കഴിഞ്ഞ് ഞാൻ എങ്ങനെ ശരിയാവണ? ടിക്കറ്റ് ഇതായിരിക്കണ്. അതെ, ഞാൻ ടിക്കറ്റ് ചോദിച്ചപ്പോ നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലല്ലോ. അതെ ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ ചോദിച്ച സമയം നിങ്ങൾ ടിക്കറ്റ് എന്തായാലും തന്നോ? അപ്പൊ തരയല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. അല്ല സാർ എന്താണ് പറയണത്? എന്താണ് പറയണത്? 800 രൂപ ഫൈൻ അടയ്ക്കും. 800 രൂപ ഒരിക്കലും ഫൈൻ അടക്കാൻ പറ്റില്ല. ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലും വെച്ചേക്കാനല്ല ടിക്കറ്റ് കൊണ്ട് നടക്കാൻ പറയണേ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്. നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥരാണ്, അറിയാലോ. മറ്റൊരാളുടെ ജോലി അവര് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. അത് അവരുടെ വിഷയം, എനിക്കത് അറിയേണ്ട കാര്യമില്ല. എന്ത് പറഞ്ഞാലും മറ്റേ ഫൈൻ അടക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ഫൈൻ അടക്കില്ല. ഹലോ, നിങ്ങൾ ഫൈൻ അടക്കണ്ടോ ഇല്ലയോ? ഫൈൻ അടക്കുന്നില്ല. അത് അവര് പറയട്ടെ. ഇവരുടെ വാക്കുകൾ നിങ്ങൾ ഫൈൻ അടക്കരുത്. നിങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വലിയൊരു സുജായി വന്നേക്കണേ. അല്ല തീറ്റ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തടിച്ചു പോയിക്കൂല. ടിക്കറ്റ് നോക്കുന്ന ആളാണ്. അത് ശരി, കണ്ടക്ടറാ. കണ്ടക്ടറാണ് ഇപ്പൊ ഈ കോട്ടും കയ്യൊക്കെ ഇട്ട് വന്നേക്കണേ. ആരൊക്കെ കേസ് കൊടുത്താൽ കുടിക്കൂട്ടോ. അതിന് ഇപ്പൊ കേസ് കൊടുക്കാൻ ആരൊക്കെ ആവും? കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറിയില്ല മൂപ്പരടുത്ത്. കൊണ്ടോട്ട് കുത്തെന്നൊക്കെ പറഞ്ഞില്ല മൂപ്പര്. ഞാൻ ചെയ്തിപ്പോ ഞാൻ കാട്ടി കുത്തൊന്ന് പറഞ്ഞു നിങ്ങള്. അതൊക്കെ ആയിരിക്കും മൂപ്പരവിടെ പോയി പറയാ. സാറേ റെയിൽവേ പോലീസ് ഒന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറയൂട്ടോ. എന്താ ഉത്തേജ് പറഞ്ഞ? നമ്മള് വർത്താനത്തിന് നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ? അല്ല നമ്മള് പറഞ്ഞു, നമ്മളൊക്കെ ഉദ്യോഗസ്ഥന്മാർ. അതുപോലെ ഞങ്ങള് ആണോ? നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങിക്കേ ഇത്തിരി നേരം. അവിടെ കിടന്നു. ഒരു കുഴപ്പമില്ലാട്ടാ, ഒരു പ്രശ്നമില്ല. അതല്ല, അപ്പൊ നിങ്ങളോടൊന്നും ടിക്കറ്റ് ചോദിച്ചില്ലല്ലോ. നമ്മളൊക്കെ സീസൺ ടിക്കറ്റ് അല്ലേ? എന്ന് വെച്ചാൽ എന്തേ? മാസത്തിൽ ഒരുമിച്ച് എടുക്കണ ഞങ്ങള്. എന്നും പോയി വരുന്നവരല്ലേ. അതുകൊണ്ടാ. കുറെ നാളായി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട്. ഇന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഹലോ, റെയിൽവേ കൺട്രോൾ ഓഫീസല്ലേ? അതെ, നമ്മുടെ ചീഫ് കൺട്രോളർ ബാഹുലേ സാറിന് ഒന്ന് കൊടുക്കണേ. ഇത് TTR മന്മഥനാണെന്ന് പറഞ്ഞാൽ മതി. സാറിന് അറിയാം. ഹോൾഡ് ചെയ്യാം. ആയിക്കോട്ടെ. മന്മഥനോടെ നമ്മളെ കളിയേ. നമസ്കാരം സാറേ. അതെ, ഒന്നുമില്ല സാർ. ഞാനിപ്പോൾ ഡ്യൂട്ടി നോക്കുന്ന ട്രെയിനിനുള്ളിൽ കുറച്ച് അഹങ്കാരികളായ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഇല്ല, ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ അവരോട് സംസാരിക്കാറ്. അപ്പോൾ ഇന്ന് തന്നെ ഒരുപാട് അങ്ങ് ഇൻസൾട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സമയം ഒന്ന് പിടിച്ചിടണം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അല്ലേ സാർ? അല്ല, പതിവ് ലേറ്റ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഇച്ചിരി കൂടെ ലേറ്റ് ആവുന്നു, അത്രേ ഉള്ളൂ. പറ്റില്ലെന്ന് പറയല്ലേ സാറേ. ഒന്നുമില്ലെങ്കിലും നമ്മളെ ഒരു പഴയ സൗഹൃദം ഉണ്ടല്ലോ. അത് മതി. അത് മതി. ഓക്കെ താങ്ക് യു. എടാ, ഇന്ന് നീയൊക്കെ കുറേ വൈകും.
വീണ്ടും പിടിച്ചിട്ടല്ലോ. എന്തൊരു കഷ്ടാണ് ഇത്. അതെ, ഇന്ന് ഓഫീസിൽ അത്ര വലിയ പാടാവൂട്ടാ. സാറേ ഇപ്പൊ സമയം നോക്കിയ സാറേ 10:30 മണി കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുവോ? എന്ത് കാലാക്കണേ ഞാൻ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമ്പോ. ഇന്ന് ഞാൻ എന്തായാലും ഓഫീസിലില്ല, പോയിട്ട് കാര്യമില്ല. നമ്മളെ ഓഫീസർ ഒരു മൂർഖനാ, അയാളടുത്തൊന്നും നടക്കും. ഞങ്ങളുടെ കാര്യം ഒന്നും നടക്കൂല ഇനി. എടുത്തല്ലോ വെക്കട്ടെ. സമാധാനായി. ഇല്ലെങ്കിൽ അവിടെ എത്തിയിരുന്നു നിന്നാ മതി. ഇനിയിപ്പോ അധികം ദൂരമുണ്ടോ സാറേ? ശരിക്കും ഒരു അരമണിക്കൂർ ഓട്ടമുള്ളൂ. വീട് നിൽക്കല്ലോ. എന്തൊരു കഷ്ടാണ്. സ്ഥലത്തിയോ ഇല്ലാന്ന്. എന്തെങ്കിലും ഒരു ദിവസം കറക്റ്റ് സമയത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ 4 ദിവസം ഇതുപോലെയാണ്. ഇതിപ്പോ ഏതാ സ്ഥലം? ഇതെവിടെ കൊച്ചുവേളിയായ? ആയില്ല. ആവണേ ഉള്ളൂ. ഞാൻ ഏതായാലും ഇനി ഇരിക്കണ്ടില്ല, ഞാൻ ഓട്ടോ ഒക്കെ പോവാ. അതന്നെ അല്ലേ ചേട്ടാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാം, നമ്മൾ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ്? ഇനിയിപ്പോ പോയിട്ട് നടക്കൂല്ലോ. ഓ, ഏതായാലും ഓഫീസ് ടൈമൊക്കെ തെറ്റിയില്ലേ? നീ ഇവിടുന്ന് അധികം ദൂരം ഉണ്ടോ? അധികം ദൂരമൊന്നുമില്ല, ഒരു ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അല്ല, നിങ്ങൾക്ക് നല്ല അതാട്ടോ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവില്ലേ? എന്റെ സമയം കഴിഞ്ഞ് സാർ, ഇനി എന്റെ ജോലി കിട്ടില്ല. പോയത് നിങ്ങളൊന്ന് പോയി നോക്കി വണ്ടി ലേറ്റാന്നൊക്കെ പറഞ്ഞാ പോരെ? അതന്നെ. അതെ, അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതിയല്ലോ. ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ പോവാം. അത് തരാം. നിങ്ങൾക്ക് മൂപ്പരെ കൂടെ പോവാം. അതാ നല്ല പെങ്ങളെ പൊക്കോ. ഞങ്ങളെ കാര്യം ഒന്ന് ഗോപിയാ. ഓട്ടോ പിടിച്ച് പോകാം. എന്ത്? 20 മിനിറ്റ് ഇനി ലേറ്റ് ആവുമോ? ഇല്ല, കുഴപ്പമില്ല. ഓ, കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, വീഴ്ചകളൊന്നുമില്ല. ആ, ശരി ശരി. ഇനി 20 മിനിറ്റ് വൈകുന്നു. ഇതെടുത്താണ്ട് ചുട്ടുകളാ നല്ലത്. എത്ര ആളുകൾ കഷ്ടപ്പെട്ടല്ലേ. എത്ര ആൾക്കാർ ഷാബാണ് റെയിൽവേക്ക് കിട്ടുന്നത്. ആ ഇന്റർവ്യൂവിന് പോയ സ്ഥിതി ഉണ്ടാവും, ഒരു പണി കിട്ടുമോ? ആ ഹോസ്പിറ്റലിൽ പോയ സ്ഥിതി എന്താ? അയാൾ അവിടെ എത്തുമോ? വയസ്സായ ആള്. സാറിന്റെ ഈ വല്ലവരുടെയും കാര്യം പറയണേ, നമുക്ക് ഇന്ന് ഓഫീസിൽ പോകാൻ പറ്റുമോ? അവിടെ പൈസ ഒന്നും കെട്ടല്ലേ? എന്ത് ഹാലാക്കണേ? ഞാൻ ഇതിന്റെ ഇടയിൽ കുത്തി കയറിയിരുന്ന് ഞാൻ ആലോചിക്കണം. അല്ല, നിങ്ങൾക്ക് ആ ബസ്സിന് കയറി പോകാൻ മതിയായിരുന്നല്ലോ. മതിയായിരുന്നില്ല. പൊന്നാല ചങ്ങായിൽ ഒന്ന് നിൽക്കാൻ വെള്ളമുണ്ട്, നിസ്കരിക്കാൻ സൗകര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത് കയറി കുത്തിയിരുന്നത്. സെൻട്രൽ സ്റ്റേഷൻ ഇനി അധിക ദൂരമൊന്നുമില്ല, വേണമെങ്കിൽ ഓട്ടോ വിളിച്ച് പോക്കോ. ആ, ഓട്ടോയ്ക്ക് പോണോ നടന്നിട്ട് പോണോ ഞങ്ങൾ തീരുമാനിക്കും. അതിനല്ലോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അത് കയറിയത്.